ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. രക്തബന്ധത്തിലുള്ളവർ വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് എന്നും പ്രശ്നമില്ല എന്നും ഒരുപാട് ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വ്ളോഗിംഗ് രംഗത്തേക്ക് തിരിച്ചു വന്ന കാർത്തിക് സൂര്യ എന്ന വ്ളോഗർ കാരണമാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മറ്റൊരു വിഷയമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു Q&A പുറത്തുവിട്ടിരുന്നു. അതിലൊരുപാട് പേർ ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ തന്ത വൈബായോ? കേൾക്കുമ്പോൾ ഒരു തമാശ നിറഞ്ഞ ഒരു ചോദ്യമാണ്. പക്ഷേ 20കളിൽ നിന്നും 30കളിലേക്ക് കടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അതത്ര തമാശ നിറഞ്ഞൊരു ചോദ്യമല്ല. അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമത്തെയാണ് തന്ത വൈബ് എന്നൊരു ന്യൂ ജനറേഷൻ വാക്കുകൊണ്ട് വിശദീകരിക്കുന്നത്. ഈ ഒരു വൈബിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നത് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 30ാമത്തെ വയസ്സിലാണ്. താടിയും മുടിയും എന്തിനും നെഞ്ചിലെ രോമം വരെ നരച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഒരിക്കലും ചെറുതല്ല. നമ്മോടൊപ്പം എപ്പോഴും ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ജോലി തിരക്കും ഉത്തരവാദിത്വവും നൽകുന്ന ഒറ്റപ്പെടലുകളിൽ മുടിയും ആരോഗ്യവും നശിച്ചു പോകുന്നത് തിരിച്ചറിയുന്നത് ഒരു വലിയ ശതമാനം ആളുകളാണ്. എന്നാൽ യൗവനത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം. അതിനെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുക. ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് മാത്രമേ നിങ്ങൾ കടന്നിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതിനേക്കാൾ മധുരമുള്ള ജീവിതമാണ് എന്ന് തിരിച്ചറിയുക. മുന്നേ എങ്ങനെയോ ഏതാണ്ട് അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടാണ് കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗിംഗ് മേഖലയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാർത്തിക് സൂര്യ ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാതിയിൽ നിന്നുപോയ ഒരു വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന പലർക്കും അറിയാൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ വധുവിനെ കുറിച്ചാണ്. ആ വധു അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ്. ആ വിഷയത്തെ തുടർന്ന് കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചർച്ചകൾ കാണാൻ സാധിക്കും. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് പ്രാകൃതമായ രീതിയാണ് എന്നും അങ്ങനെ സംഭവിച്ചാൽ ദമ്പതികളുടെ ഭാവിക്കോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിക്കോ ദോഷം സംഭവിക്കുമെന്ന് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? സാഡ്ലി യെസ്. ശാസ്ത്രീയമായി തന്നെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളിൽ കാണുന്ന ജനിതകമായ രോഗങ്ങൾ രക്തബന്ധമില്ലാത്ത ദമ്പതികളെക്കാൾ കൂടുതൽ രക്തബന്ധമുള്ള ദമ്പതികൾക്കാണ് സാധ്യത എന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹത്തെ ശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ സംഭവിക്കുന്നത് രക്തബന്ധമില്ലാത്തവർ തമ്മിലുള്ള വിവാഹം മാത്രമാണോ? അല്ല. നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വലിയ ശതമാനം ആളുകളും രക്തബന്ധമില്ലാത്തവരെയാണ് പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നത് എങ്കിലും ചെറുതല്ലാത്ത ഒരു ശതമാനം രക്തബന്ധമുള്ളവരെ പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കൃത്യമായ പല വിശദീകരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം ചെയ്താൽ സംഭവിക്കുന്നതായി പൊതുവെ വിശ്വസിക്കുന്നത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതകമായ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പാരമ്പര്യമായി വരുന്ന രോഗങ്ങൾ മാത്രമല്ല, ഡിപ്രഷൻ, ഓട്ടിസം തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ ഇത് കാരണം കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും. എന്നാൽ ജനിതകമായ രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് രക്തബന്ധമുള്ള മാതാപിതാക്കൾ കാരണം മാത്രമാണോ? ഓരോ ജീവിക്കും നിശ്ചിത ജോഡി ക്രോമസോമുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യനത് 23 ജോഡിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും 23 ക്രോമസോം വീതം അടങ്ങിയിരിക്കുന്ന ജോഡികൾ. ഈ 23 ജോഡി ക്രോമസോമുകളിലും ഏകദേശം 25,000 ജീനുകളുണ്ടാകും. ആ കോശം വിഭജിച്ച് കോടിക്കണക്കായി കോശങ്ങൾ ഉണ്ടാകുന്നത് വഴിയാണ് ഗർഭസ്ഥ ശിശുവിന് അവയവങ്ങൾ രൂപപ്പെടുന്നത്. ജനിതകമായ രോഗങ്ങൾ പല രീതിയിലും സംഭവിക്കാം. ഒന്ന്, ക്രോമസോമുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ്. 2, ഏതെങ്കിലും ഒരു ക്രോമസോമിൻ്റെ വലുപ്പത്തിലുള്ള കാര്യമായ വ്യത്യാസം. മൂന്നാമതായി, ക്രോമസോമുകളിലുള്ള ഏതെങ്കിലും ഒരു ജീനിൻ്റെ വ്യത്യാസം. ജീനുള്ള വ്യത്യാസത്തെ മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഓരോ ജീനുകളും ഓരോ ജോഡിയാണ് എന്ന് പറഞ്ഞല്ലോ. ഏതൊരു മനുഷ്യൻ്റെയും ജീൻ വിശദമായി പരിശോധിച്ചാൽ അതിൽ ചുരുങ്ങിയത് 10ഓളം ജീനുകളെങ്കിലും തകരാറിലായിരിക്കും. മിക്കപ്പോഴും ഒരു ജോഡി തകരാറിലാണ് എങ്കിൽ അടുത്തത് നോർമലായിരിക്കും. അതേസമയം ഒരു കുടുംബത്തിലുള്ള ആളുകളിൽ ഒരേ ജീനിന് തകരാറുണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഇത് കാരണം സംഭവിക്കുന്ന രോഗങ്ങൾ രക്തബന്ധത്തിലുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളിൽ കാണാനുള്ള സാധ്യത അങ്ങനെ അല്ലാത്തവരെക്കാൾ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ഒരു വിരോധാഭാസം പറയാം. ഓട്ടോസോമൽ റിസസീവ് രോഗങ്ങൾ എന്നറിയപ്പെടുന്ന ഈ രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് രക്തബന്ധമില്ലാത്ത ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്കാണ്. ശതമാന നിരക്കിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അങ്ങനെ കാണാൻ സാധിക്കുന്നത്.
രക്താർബുദം, ബുദ്ധിമാന്ദ്യം, പ്രമേഹം, ആസ്മ തുടങ്ങിയ രോഗങ്ങളെല്ലാം ഇന്നും ആർക്കും സംഭവിക്കാവുന്ന രോഗങ്ങളാണ്. കാഴ്ച, കേൾവി എന്നിവയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ലേണിംഗ് എബിലിറ്റി, മാനസിക വൈകല്യങ്ങൾ തുടങ്ങി പല വിഷയങ്ങളും ഇത്തരത്തിലുള്ള വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതായി പറയപ്പെടുന്നു. ഹൈപ്പർ ആക്ടിവിറ്റി, ബൈപോളർ ഡിസോർഡർ, സംസാരത്തിലുണ്ടാകുന്ന ചെറിയ വൈകല്യങ്ങൾ എന്നിവയും ഇതിൽ എടുത്തു പറയേണ്ട വിഷയങ്ങളാണ്. ഇതിനെ ശാസ്ത്രീയമായി ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ബന്ധമുള്ള ഏത് ജീവി ഇണചേർന്നാലും അവരുടെ കുഞ്ഞുങ്ങളിലൂടെ തലമുറകളിലേക്ക് ജനിതകമായ വൈകല്യങ്ങൾ പടരും എന്നത് ശാസ്ത്രീയമായ നിരീക്ഷണം തന്നെയാണ്. രക്തബന്ധമുള്ളവർ പരസ്പരം വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്ന് വരാം. പക്ഷേ രണ്ടാമത്തെ തലമുറ മുതൽ മുകളിൽ പറഞ്ഞതുപോലെ വൈകല്യങ്ങളെ സമ്മാനിക്കുന്ന ജീനുകൾ തലപൊക്കി തുടങ്ങും. വയനാട്ടിലും മറ്റുമുള്ള ആദിവാസി ഊരുകളിൽ രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് സ്ഥിരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ കാണാവുന്ന ഒരു രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ ഡിസീസ്. അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ജൂതന്മാർക്കിടയിൽ കാണുന്ന ടായ്സാക്ക് എന്ന രോഗവും ഇതിന് ഒരു ഉദാഹരണമാണ്. പരിണാമത്തിൻ്റെ ഉപജ്ഞാതാവായി നമ്മൾ കാണുന്ന ആളാണ് ഡാർവിൻ. അദ്ദേഹം പോലും ഇതിൻ്റെ ഒരു വ്യക്തിമാണ് എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹം വിവാഹം കഴിച്ചത് സ്വന്തം രക്തബന്ധത്തിലുള്ള എമ്മ വെഡ്ജ്വുഡ് എന്ന കസിനെയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പല വിവാഹങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഡാർവിനും എമ്മയ്ക്കും 10 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4 പേർ ചെറുപ്പത്തിൽ തന്നെ ജനിതകമായ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന 6 പേർക്ക് ജനിതകമായ പല വൈകല്യങ്ങളും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇതൊക്കെ പണ്ട് വലിയ വിഷയങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പ്രീനാറ്റൽ ജനറ്റിക് സ്ക്രീനിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ തിരിച്ചറിയാനും അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യാനും സാധിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ഗർഭാവസ്ഥയ്ക്ക് മുമ്പേ തന്നെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാവുന്ന ജനിതകമായ രോഗങ്ങളെ തിരിച്ചറിയുകയും അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയ്ക്ക് മുന്നേ തന്നെ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണോ അമ്മയുടെ ഭാഗത്തു നിന്നാണോ എന്നൊക്കെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതിനെ കൃത്യമായി പരിഹരിക്കാനും സാധിക്കും. ജന്മനാലുള്ള വൈകല്യങ്ങളും ജനിതക രോഗങ്ങളും തടയാൻ സാധ്യമായതെല്ലാം ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല വഴി ബോധവൽക്കരണം മാത്രമാണ്. വിവാഹശേഷമാണെങ്കിൽ പോലും ഗർഭധാരണത്തിന് മുൻപ് ഒരു ജനറ്റിക് കൗൺസിലിംഗ് നന്നായിരിക്കും. പ്രണയിച്ചു പോയവരാണോ അല്ലെങ്കിൽ സ്വപ്നം കണ്ടുപോയവരാണ് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇനി പറയാനുള്ളത് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട. കമൻറ്റ് ബോക്സുകളിലെ ചർച്ച അവിടെ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. വിവാഹശേഷം ഗർഭധാരണത്തിന് മുമ്പ് കൃത്യമായ കൗൺസിലിംഗ് എടുക്കുക, കൃത്യമായ ടെസ്റ്റുകൾ നടക്കുക. നല്ലത് മാത്രമേ സംഭവിക്കൂ.